ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ഹാജിമാർ മിനായിൽ നിന്ന് നാളെ പുലർച്ചെ പുറപ്പെടും. ഇന്ത്യൻ ഹാജിമാരിൽ 1,00,000-ലേറെ പേർക്ക് മെട്രോ വഴി അറഫയിലെത്താം. ബാക്കിയുള്ളവർ ബസ് മാർഗമാണ് അറഫയിലെത്തുക. 20 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുന്ന ഹജ്ജിൽ ഇത്തവണയും വൻ സുരക്ഷാ വിന്യാസമുണ്ട്. നാളെ ഉച്ചയോടെയാണ് അറഫ സംഗമത്തിന് തുടക്കമാവുക. മിനായിൽ നിന്നും അഫ്താഖ് റഹ്മാൻ ചേരുന്നു. ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇന്ത്യയിലെത്തിയ മുഴുവൻ ഹാജിമാരും മിനായിൽ എത്തിയിട്ടുണ്ട്. മിനായിലെ തമ്പുകളിലാണ് ഹാജിമാർ ഇപ്പോൾ തങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതലാണ് ഹാജിമാർ മിനായിലേക്കുള്ള അവരുടെ പ്രയാണം ആരംഭിച്ചത്. ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാന കർമ്മമായ അറഫ സംഗമത്തിലേക്കുള്ള മുന്നൊരുക്കമാണ് ഇന്ന് മിനായിലെ തമ്പുകളിൽ ഹാജിമാർ നിർവഹിക്കുന്നത്. അതായത് അവരുടെ നമസ്കാരങ്ങൾ അവർ ഒന്നിച്ച് ചുരുക്കി നമസ്കരിക്കുകയും ബാക്കിയുള്ള സമയം പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുകയുമാണ് ചെയ്യുക. നാളെയാണ് ഹജ്ജിലെ ഏറ്റവും സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. അറഫ സംഗമത്തിനായി മുഴുവൻ ഹാജിമാരെയും നാളെ ഉച്ചയ്ക്ക് മുന്നോടിയായി അറഫയിൽ എത്തിക്കും. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഹാജിമാർ മിനായിൽ നിന്നും അറഫയിലേക്ക് പുറപ്പെടും. 2 രീതിയിലാണ് ഹാജിമാർ നീങ്ങുക. 2 സംവിധാനങ്ങളാണ് അതിനുള്ളത്. ഒന്ന് ബസ് മാർഗമാണ്, രണ്ടാമത്തേത് മെട്രോ ട്രെയിൻ മാർഗമാണ്. മെട്രോ ട്രെയിൻ വഴിയാണ് ഹാജിമാർക്ക് എളുപ്പത്തിൽ അറഫയിലേക്ക് എത്തുവാൻ സാധിക്കുക. ഇത്തവണ ഏതാണ്ട് 53,000-ഓളം ഇന്ത്യൻ ഹാജിമാർക്ക്, ആകെ 1,75,000 ഹാജിമാർ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് 53,000 ഹാജിമാർക്കാണ് മെട്രോ ട്രെയിൻ സംവിധാനമുള്ളത്. ബാക്കിയുള്ളവർ ബസ് മാർഗവും അറഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി മുതൽ തന്നെ ഹാജിമാർ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ബസ്സുകൾക്കും ട്രെയിനുകൾക്കുമായി കാത്തുനിൽക്കും. ഹജ്ജ് ഏജൻസികൾ വഴിയാണ് ഹാജിമാർ അറഫയിലേക്ക് നീങ്ങുക. അവരുടെ ഓരോ ഏജൻസിയുടെയും ഉദ്യോഗസ്ഥർ എത്തുന്നതിനനുസരിച്ച് അവർക്ക് കീഴിൽ സംഘങ്ങളായിട്ടാകും ഹാജിമാർ നീങ്ങുക. ഇപ്പോൾ മിനായിലുള്ള കുറേയേറെ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിലെത്തിയ ഹാജിമാർ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര? ഇതുവരെ എന്തൊക്കെ കർമ്മങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തുടക്കം മുതൽ ഇതുവരെ ഏറ്റവും മികച്ച സംവിധാനമാണ് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിന് കേരള ഹജ്ജ് കമ്മിറ്റിയോടും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് പുറമെ ദേശീയ ഹജ്ജ് കമ്മിറ്റിയോടൊക്കെ ഞങ്ങൾ കൃതജ്ഞരാണ്. ഇവിടെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരം ഞങ്ങൾക്ക് ഏത് നിസ്കാരത്തിനാണെങ്കിലും താമസത്തിനാണെങ്കിലും മറ്റ് എല്ലാ സൗകര്യങ്ങളും വളരെ സന്തോഷപൂർവ്വം ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്. എല്ലാ നിലക്കും വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. ഇനിയിപ്പോൾ അറഫയിലേക്ക് നീങ്ങുകയാണ്. അറഫ എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ ഒരു ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗമാണ്. അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല. അപ്പോൾ ഇന്ന് ശരിക്കും ഒരു മിനായിൽ അതിൻ്റെ ഒരു ഒരുക്കമാണ്. അപ്പം ഇന്നത്തെ നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഏത് രൂപത്തിലായിരുന്നു? വളരെ സൗകര്യപരമായ താമസ സൗകര്യങ്ങളാണ് ഇവിടെ മിനായിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഒരുവിധ ഹാജിമാർക്കൊക്കെ മെട്രോ ട്രെയിൻ മാർഗ്ഗമാണ് നമുക്ക് അവിടേക്ക് യാത്ര ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് യാത്രയെല്ലാം വളരെ സുഖകരമായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഉണ്ടായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൃതജ്ഞരാണ്. എന്താണ് മിനായിലെ ഒരു ചൂടിൻ്റെ അനുഭവം? അൽഹംദുലില്ലാ, ഈ വർഷത്തെ ഹജ്ജ് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ റാഹത്തോടെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ വരെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ സൗദി സർക്കാർ ചെയ്തിട്ടുള്ള ഈ സംവിധാനങ്ങളെ കുറിച്ച് പുറത്തുനിന്ന് സംസാരിക്കായിരുന്നു. വളരെ അത്ഭുതത്തോടെയാണ് ഈ കാണുന്നത്. കാരണം ഇത്രയും ലക്ഷങ്ങൾ ആളുകൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രയാസങ്ങളുമില്ലാതെ കൃത്യമായിട്ട് നിസ്കാരമൊക്കെ വളരെ കൃത്യമായിട്ട് ജമാഅത്തായിട്ട് തന്നെ ഇവിടെ റൂമിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഏറ്റവും തിരക്ക് പിടിച്ച കർമ്മങ്ങളാണ് അവർക്ക് ബാക്കിയുള്ളത്. അതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അറഫയിലേക്ക് പുറപ്പെടാനായി കാത്തിരിക്കുകയാണ് ഹാജിമാർ.